ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട്? ഇന്ന് നമ്മുടെ ഏറ്റവും നമുക്ക് ഇഷ്ടമുള്ള, നമ്മളൊക്കെ സ്നേഹിക്കുന്ന ഏറ്റവും നമ്മളുടെ അടുത്ത് നിൽക്കുന്നൊരു ചെടി എന്ന് പറയാം, നമ്മുടെ പീസ് ലില്ലി കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഇൻഡോറിൽ നമ്മുടെ കൂടെ നിൽക്കുന്നൊരു ചെടിയാണ്. നാസ റെക്കമെൻഡഡ് ആണ്, എയർ പ്യൂരിഫയർ ആണ്. ഒരുപാട് എൻക്വയറീസ് വരുന്ന ചെടിയാണ് കേട്ടോ. അപ്പോൾ അതാണ്, അതിൻ്റെ കൂടെ വേറൊരു ചെടിയും കൂടി വെക്കുന്നുണ്ട് കേട്ടോ. ഇത് രണ്ടുമാണ് ഇന്നത്തെ പാക്കിങ്. ഫുൾ പോട്ടാട്ടോ. അതേപടി നമ്മൾ വെള്ളമൊക്കെ തെളിച്ച് രാവിലെ തന്നെ ചൂടോടെ പാക്ക് ചെയ്യുക കേട്ടോ. അപ്പം ഇത് സ്മിതയ്ക്ക് വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ സ്മിത ഇന്നലെ എൻ്റെ ഒരു 4 കൊറിയർ ഉണ്ടായിരുന്നു, അത് പോയി. അപ്പോൾ അതിൻ്റെ ഒപ്പം എനിക്കിത് വെക്കാൻ കഴിഞ്ഞില്ല, ഫുൾ പോട്ടായതുകൊണ്ട് ഞാൻ ഇന്ന് വിടാമെന്ന് പറഞ്ഞതിനനുസരിച്ച് രാവിലെ തന്നെ പാക്കിങ് ആട്ടോ. അപ്പോൾ ഫുൾ പോട്ട് അതേപടി മണ്ണൊക്കെ ഒന്ന് കുടഞ്ഞാണ് എടുത്തത്. നല്ലോണം മണ്ണൊക്കെ അതിലുണ്ട്, ധാരാളം വേരുകളുണ്ട് കേട്ടോ. അപ്പോൾ പീസ് ലില്ലിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് വെരിഗേറ്റഡ് ആണെന്ന് പറഞ്ഞല്ലോ. ദിവസവും ഇതിൽ പൂവും മൊട്ടുമായിട്ടുണ്ടാവും. അതുമല്ല, ഇതിൽ ഒരു ഐശ്വര്യം, നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ ഒരു ഐശ്വര്യം നിലനിർത്താൻ നല്ലോണം ഓക്സിജനൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ചെടി നമുക്ക് വീട്ടിലും ഇൻഡോറിലും ഒക്കെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു മെഡിസിൻ കൂടിയായിട്ട് ഈ പീസ് ലില്ലി നമുക്ക് ഗുണം തരും എന്നുള്ളതാണ് കേട്ടോ. അപ്പം ഞാനിത് വീടിൻ്റെ ഇൻഡോറിലൊരു പീസ് ലില്ലി ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പീസ് ലില്ലി ഇഷ്ടപ്പെട്ടോന്നും ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിലൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പം ഞാൻ അത് നല്ലോണം പേപ്പറിൽ വെള്ളം ഒഴിച്ച് കുടഞ്ഞുകൊണ്ട് ഈർപ്പം അതിനകത്ത് തങ്ങി നിൽക്കുകയും ചെയ്യും. ചെടി എത്തുന്നോണം വരെ ഈ കാർട്ടൺ പേപ്പറില്ലേ, ഇതിന് അത്യാവശ്യം നല്ല കട്ടിയുള്ളതുകൊണ്ട് ചെടിക്ക് അധികം കേടുപാടുകളും സംഭവിക്കാതെ നല്ല സുരക്ഷിതമായിട്ട് എത്തേണ്ട കൈകളിലേക്ക് എത്തിക്കുള്ളൂ കേട്ടോ. നമ്മളിങ്ങനെ ചെയ്ത് വിടുമ്പം നമ്മുടെ ഒരു കുഞ്ഞിനെ എന്ന പോലെയാണ് നമ്മൾ ഈ ചെടിയെ സംരക്ഷിച്ച് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ നമ്മളതിനെ പറഞ്ഞു വിടുമ്പം നമുക്ക് മനസ്സിന് എന്തെന്നില്ലാത്ത സന്തോഷം കേട്ടോ. ഇത് മറ്റുള്ളവരുടെ കയ്യിലെത്തി അവരുടെ വീടുകളിലും ഇത് അലങ്കരിക്കപ്പെടുമ്പോൾ നമുക്കും അതിൻ്റെ ഒരു സന്തോഷം കിട്ടുമല്ലോ അല്ലേ. അങ്ങനെ ഇതിൻ്റെ 2 വശവും ഇങ്ങനെ ഒട്ടിച്ച് വെക്കണം കേട്ടോ, ഇല്ലെങ്കിൽ അത് ചാടിപ്പോകാൻ സാധ്യതയുണ്ട്. സെലോ ടേപ്പ് ഞാൻ പിന്നെ ഏകദേശം നല്ലോണം തന്നെ ഒട്ടിക്കലുണ്ട് കേട്ടോ. എന്തായാലും സുരക്ഷിതമായിട്ടിരുന്നോട്ടെ എന്ന് വിചാരിച്ച് ഇത്രയൊക്കെയുള്ളൂ. ഇനി പേരെഴുതി അഡ്രസ്സ് എഴുതി നമുക്കിതിനെ പറഞ്ഞു വിടണം. അപ്പോൾ ഇതാണ് എൻ്റെ ഈ ചെടിയുടെ പാക്കിങ്. അപ്പോൾ അറിയത്തില്ലാത്തവരാരെങ്കിലും വേഗം കണ്ട് മനസ്സിലാക്കിക്കോളൂ കേട്ടോ. നമുക്കിങ്ങനെ എത്ര പോട്ട് വേണേലും ഫുൾ പോട്ട് വേണേലും നമുക്ക് വിടാവുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ കൂട്ടുകാരെ വിശേഷങ്ങൾ. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു സോ മച്ച്. ടിൽ ദെൻ ടേക്ക് കെയർ. ടാറ്റ ബൈ ബൈ, സി യു. ഇനി അഡ്രസ്സ് എഴുതണം, ഒട്ടിക്കണം, കൊറിയർ സെൻറ്ററിൽ പോകണം. ഞാൻ ഇത് സ്പീഡ് പോസ്റ്റായിട്ട് അയച്ചേക്കുന്നത്, ഒരെണ്ണേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ അതങ്ങനെയാണ് അയച്ചേക്കുന്നത്. അപ്പോൾ സ്മിത കാത്തിരുന്നോളൂ. ഇന്ന് തന്നെ അല്ല നാളെ തന്നെ ചെടി വരും കേട്ടോ.